സ്ഥലം ഒന്ന് നോക്കണി, താഴെ റിവർ നോക്കണി, എന്ത് ക്ലിയർ വാട്ടർ എന്നറിയോ, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. ഇതിന് കൈവരും കൂടി ഇല്ലെങ്കിണ്ടല്ലോ പേടിച്ച് മരിക്കും നമ്മള്. ടെൻ്റിടാൻ പറ്റിയ സ്ഥലം കാണിക്കാൻ നമ്മളെ ഈ ബായ് കൊണ്ടുപോകും കേട്ടോ. ഇവിടൊക്കെ കൊട്ട ഉണ്ടാക്കുകയാണ്. അമ്മേൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാളെ കൂട്ടി വന്ന ഇവിടുത്തെ ഭാഷയിൽ സംസാരിക്കാൻ. അത് നിനക്ക് നോക്കിയിട്ട് അതിന് നീർന്ന് നടക്കാൻ പറ്റില്ല. എത്ര വയസ്സുണ്ടാവും? ഉസ്ക ഏജ് കിത്തിനാ? വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു റോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയാണ്. മേഘാലയ നമ്മൾ വാഹക്കെന്ന് തന്നെ ഒരു ബാംബു ട്രക്കിംഗ് ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ പോകുന്നത് കിട്ടുക. നമ്മളിപ്പോൾ നല്ല താമസിച്ച അവിടുന്ന് കുറച്ച് പുറത്തിറങ്ങി കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. പോകുന്ന വഴിക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ അതുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കാണാത്തൊരു സ്ഥലത്ത് ഇന്നലെ കിടിലം വ്യൂ പോയിന്റ് എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി എടുത്ത് ഇൻട്രടുത്താണ്. ഇതിങ്ങനെ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പാണ്, കാറ്റുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇട്ടതാട്ടോ. നമ്മളിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ടിതാ ഒരു ഉൾറോഡിൽ കുത്തനുള്ള ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് 11 കിലോമീറ്റർ ഉണ്ട് ഞാൻ പറഞ്ഞ വില്ലേജിലേക്ക്, വാക്കെന്ന് പറഞ്ഞ വില്ലേജിലേക്ക്. അവിടെയാണ് നമുക്ക് ബാംബു ട്രക്കിംഗ് ഒക്കെ ഉള്ളത്. ഇവിടുത്തെ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ ആതിരപ്പള്ളിയിൽ നിന്ന് വാൾപ്പാറ പോകുമ്പോഴത്തെ റോഡും കാര്യങ്ങളും എങ്ങനെയാണ് അതുപോലെ ചെറിയ ചെറിയ എന്താ പറയുക മുളകളും പിന്നെ ഈറ്റമരങ്ങളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണിത്. പക്ഷെ ഇവിടെ ആന എന്ന് പറഞ്ഞ സാധനമില്ല. ആനൻ്റെ ഒരു കുറേ ഇവിടെ നന്നായിട്ടുണ്ട്. നല്ല പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് മേഘാലയ മടുക്കൂല. അത്രയും നല്ല സ്ഥലങ്ങളാണ് മേഘാലയ. കണ്ടില്ല നമ്മൾ പോകുന്ന വഴികളൊക്കെ നോക്കാണ്, മറ്റൊരു ശല്യവും ഇല്ല. ഇവിടെ റോട്ടിൽ നല്ല കളി നടക്കുകയാണ്. വീഡിയോ ഓടി കഴിച്ചില്ലാണ് അതുകൊണ്ട് അതവിടെ ഇവിടെ വോളിബോൾ കളിച്ചായിരുന്നു. പക്ഷെ നമ്മൾ വന്നപ്പോൾ കളി നിർത്തി. വോളിബോളല്ല, കൈ കൊണ്ടുള്ള ഫുട്ബോളായിട്ട് കളിക്കുന്നത്. प्ले करो वीडियो शूटिंग. അപ്പോൾ മനസ്സിലായവർക്ക് കറോ ഫുട്ബോൾ തന്നെ കേട്ടാ. നമ്മളും ഇവരെ കൂടെ കളിക്കിറങ്ങിട്ടാ. ഗോള് വീണുകൊണ്ടേ ഇരിക്കാണ്. ബോൾ എവിടെ? എല്ലാരും നമുക്കെതിരാളുള്ള ടീം. ജൂന നമ്മൾ തോറ്റെടുക്കാണ്. പിന്നെയും ഗോള് വീണ്. പിന്നെന്താ പോസ്റ്റല്ലേ? കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. നമ്മൾ ഈ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താ പറഞ്ഞപ്പോൾ സമയം 4 മണിയായി. ഇവിടെ 4:45 സൂര്യൻ അസ്തമിക്കും. 1 മണിക്കൂർ ഏകദേശം അങ്ങോട്ട് തന്നെ ട്രക്കിംഗ് ഉണ്ട്, ബാംബു ട്രക്കിംഗ്. അത് കഴിഞ്ഞാൽ തിരിച്ചും അതുപോലെ ട്രക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഇതിന് ഇരുട്ടായിട്ടുണ്ടാവും, പിന്നെ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഇവിടെ ടെൻ്റ് എടുക്കാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ടാവും, നോക്കട്ടെ ഞങ്ങൾ. അത് ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിരുന്നത്. ഇതിന് ഫുഡ് കഴിച്ചു ഈ ഹോട്ടലിന്. ഇവിടെ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. ഇവർക്ക് ഹിന്ദി അറിയില്ല. ഇവിടെ പ്രത്യേക തരം ഭാഷ ആയിട്ട് സംസാരിക്കട്ടെ. ഇവിടെ ഈ വീട്ടിലൊരു അമ്മച്ചി ഉണ്ട്, പ്രായമായ അമ്മച്ചി. അതിൻ്റെ നീർന്ന് നിൽക്കാൻ കൂടി പറ്റുന്നില്ല. ചൂലുണ്ടാക്കുക കേട്ടത്. ഞാനത് വരട്ടിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ വരണില്ല. അവർക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണം. കണ്ടില്ലേ അമ്മച്ചി ചൂലുണ്ടാക്കുക. അമ്മേൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാളെ കൂട്ടി വന്ന ഇവിടുത്തെ ഭാഷയിൽ സംസാരിക്കാൻ. അത് നിനക്ക് നോക്കിയിട്ട് അതിന് നീർന്ന് നടക്കാൻ പറ്റില്ല. എത്ര വയസ്സുണ്ടാവും? ഉസ്ക ഏജ് കിത്തിനാ? നമ്മളിവിടെ ടെൻ്റിടാൻ പറ്റിയ സ്ഥലം കാണിക്കാൻ നമ്മളെ ഈ ബായ് കൊണ്ടുപോകും കേട്ടോ. ഇവിടൊക്കെ കൊട്ട ഉണ്ടാക്കുകയാണ്. एक मिनट भाई, ये शूटिंग
ഈ കൊട്ട ഉണ്ടാക്കുന്ന ഫസ്റ്റ് ഫ്രെയിം എന്ന് പറഞ്ഞത് ഇതാട്ടാ. ഈ ഒരു കൊട്ടയ്ക്ക് എത്രയാണെന്ന് അറിയാം, ഇവിടെ 100 രൂപ ഉള്ളൂ. എത്ര പണിയുണ്ട് കൊട്ട ഉണ്ടാക്കിയെടുക്കാനെന്ന് അറിയോ. പക്ഷെ ഇവിടെ ലോക്കലായിട്ട് കിട്ടുന്ന സാധനമാണ്. മുളക്കൊരു പഞ്ഞുമില്ല ഇവിടെ, എല്ലാ സ്ഥലത്തും മുളകളാണ്. അത് മുള്ളില്ലാത്ത മുളയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു പണി മാത്രമേ ഇവർക്കുള്ളൂ. പിന്നെ ഒരു സ്വയം തൊഴിൽ എന്നുള്ള നിലക്കാവും ഈ റേറ്റിലൊക്കെ കൊടുക്കാൻ പറ്റുന്നത്. ഇതാണ്ട് അവരെ വീട്. നമ്മൾ നേരത്തെ കണ്ട അമ്മച്ചി അത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ടെൻ്റ് ഇടാൻ ബൈക്ക് 100 രൂപ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ നല്ലൊരു കിഡിലെ ഹോം സ്റ്റേ ഉണ്ട്, ഒരു കോട്ടേജ്. അതിന് 1500 പറയണത്. ഇവിടെ കണ്ടില്ല, ഇവിടെ നമ്മൾ വരുമ്പോൾ കണ്ട പോലെ തന്നെ ഫുള്ള് മുളങ്കാടുകളായിട്ട്. അതൊക്കെ മുളയാണ്, മുള്ളില്ലാത്ത ടൈപ്പ് മുള. അങ്ങനത്തെ കുറച്ച് മുള നമ്മുടെ നാട്ടിലും വേണം. തണുപ്പും കിട്ടും, വിറകിന് വിറകാക്കാം, മുളൻ്റെ ആവശ്യത്തിന് മുള ഉപയോഗിക്കുകയും ചെയ്യാം. ഫുട്ബോൾ ഗ്രൗണ്ട് ആദ്യമൊക്കെ സ്ഥലം കാണിച്ചു തന്നു. ഇപ്പോൾ ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള കേട്ടോ. നല്ല ഗ്രൗണ്ടില്ലേ, ഈ പുല്ലൊക്കെ ചെത്തുകയാണെങ്കിലേ. ഇവരെ ഗ്രൗണ്ടിൻ്റെ ഒക്കെ വ്യൂ നോക്കല്ലേ. ഞങ്ങൾ ടീമിട്ട് കളി തുടങ്ങി. ആള് മാറിയാ, ഏതാ ടീമത്തെ ആളൊന്നും കൂടി അറിഞ്ഞില്ല. പാസ് എടുത്തുകൂടി ചെയ്യുമോ? അപ്പോൾ നമ്മളിന്ന് ഈ കാണുന്ന സ്ഥലത്ത് ടെൻ്റ് അടിച്ചേട്ടാ. ഇതൊരു റിസോർട്ടാണ്, ഇതിൽ ഗസ്റ്റ് ഇല്ലെന്ന്. അപ്പോൾ താഴെ ചായക്കടക്കാരുണ്ട്, അവനത് നോക്കിയെടുത്തത്. താഴെ ഒരു കോട്ടേജിൽ ആളുണ്ട്. അപ്പോൾ നമ്മളവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞു. നമുക്ക് 200 രൂപ കൊടുക്കണം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ ഇവിടെ നിന്ന്, പക്ഷേ ഇവിടെ നിലം ശരിയില്ല. നല്ല കിടിലം വ്യൂ ആണ്. രാവിലെ എടുത്ത് വ്യൂ കാണിച്ചു തരാം. നമ്മൾ ടെൻ്റൊക്കെ സെറ്റാക്കി നമ്മളെ താഴെയൊക്കെ വന്നിട്ടാ. നമ്മളെ മേഘാലയിൽ നിന്ന് കിട്ടിയ നമ്മളെ ദോസ്താണ്. ഞാൻ പോലോ ഷുട്ടി बोलो आप मेरा नाम बानिया रापlang बानिया रापlang बोलो भाई नाम बोलो മനിസ്ത. ഞങ്ങളൊക്കെ കൂടിയാണ് ഫുട്ബോൾ കളിച്ചിരുന്നത്. ഇവിടെ എന്താന്ന് പറയാ, ഇവരെ എല്ലാവരും ഈ കാണുന്ന സാധനം വെറ്റിലടക്ക വായൊക്കെ വെറ്റിലടക്കാൻ തിന്നിട്ട് വായ മുഴുവൻ കേടെടുത്തിരിക്കണം എല്ലാവരും. ഈ ബായിക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. പക്ഷെ ഇവനക്ക് ഹാഷ്ടാഗിനെ പറ്റി അറിയില്ല. എനിക്ക് നല്ല നല്ല വീഡിയോ ഓൻ്റെ എടുക്കണം, പക്ഷെ ഹാഷ്ടാഗ് എടുക്കാണ്ട് വീഡിയോ ഒന്നും കയറിയില്ല. അപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അതാ നേരം വെളുത്ത് നമ്മൾ ട്രെക്കിങ്ങിന് പോകട്ടോ. സമയം 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് അപ്പോൾ അതാ അങ്ങനെ ആശ്വാസത്തിൽ നമ്മൾ ഒരു ദിവസം കൂടി ഇവിടെ ടെൻറ്റിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെൻറ്റ് ഇന്നലെ നിങ്ങൾ കാണിച്ചു കൊടുത്ത് ടെൻറ്റ് മാറ്റി. അവിടേക്ക് ഗസ്റ്റ് വന്ന സമയത്ത് പിന്നെ ടെൻറ്റ് അവിടെ നിന്ന് മാറ്റി ഞാൻ കാണിച്ചു തരേണ്ട. ഇനി എത്തിയതിൻ്റെ ശേഷം ആദ്യം അതുപോലെയുള്ള പാറകളിട്ട വഴിയിലൂടെ നമുക്ക് നടന്നു പോകണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാംബു ട്രക്കിങ് വരുന്നത്. ടിക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഒരുപാട് താഴേക്ക് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു റിവറിൻ്റെ സൈഡാണിത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബാംബു ട്രക്കിങ് തുടങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു പാലം പോലെ ഉള്ളൂ, പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കിട്ടില്ല കാഴ്ചകൾ കിട്ടും. നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം ബലമുള്ള പാലം തന്നെയാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ തുടക്കം മാത്രമാണ്. ഒരുപാട് കുത്തനുള്ള കയറ്റങ്ങൾ ഇതുപോലെ നമുക്ക് കയറി പോകാനുണ്ട്. നല്ല സൗണ്ടാണ്, വെള്ളം ഒഴിക്കണ സൗണ്ടൊക്കെ കേട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുമുണ്ട്. കാലാവസ്ഥ തണുപ്പല്ല, ചെറിയൊരു ചൂടാണ്. പക്ഷെ കാറ്റുകൊണ്ട് നമുക്ക് ആ ചൂട് അറിയണില്ല കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു, പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക്
ഇങ്ങനെ ട്രെക്ക് ചെയ്ത് മറ്റേ കിടിലൻ റൂട്ടാണ് ഈ ഇവിടുത്തെ പാക്കം വില്ലേജിലെ ബാംബു ട്രെക്കിങ്. ഇവിടെയൊക്കെ നദിയിൽ കുറേ കുട്ടികൾ കുളിക്കുന്നുണ്ട്, ട്രൗസർ ഇടാതെ കുളിക്കുന്നുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്താൽ ചാനലിന് ബാധിക്കും. ഇവിടെയൊക്കെയാണ് റിവർ, ബാംബു ബ്രിഡ്ജ്. എന്ത് രസം എന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാൻ. നമുക്ക് കണ്ടൊക്കെ നമ്മളെ ഫ്രണ്ടിൽ നല്ല കിടിലം പാലം കാണുന്നിട്ട് നമ്മൾ. ഇത് കണ്ടങ്ങൾ അവിടെ ഒന്നും അടിഭാഗത്തൊന്നുമില്ല, അടിഭാഗത്തൊക്കെ തന്നെ കേട്ടോ. അത്ര ഹൈറ്റിൽ ചെരുവിലൊക്കെ ബാംബു ബ്രിഡ്ജാണുള്ളത്. താഴേക്കുള്ള വെള്ളത്തിൻ്റെ ഒക്കെ വൃത്തി എന്താണെന്ന് പറയുക, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആട്ടാ. ഇപ്പോൾ നമ്മൾ നടക്കുന്ന വഴിയാണിത്. ഇവിടെ താഴേക്ക് ഒന്നുമില്ല, ചെറിയൊരു കോൺക്രീറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഇത് ബലം കൊടുത്തിട്ടുണ്ട് പാറക്ക്. അത് കഴിഞ്ഞാൽ കണ്ട മുളയിലൂടെ നമുക്ക് നടക്കണം. കുളിക്കാനുള്ള ട്രൗസർ കൊടുക്കണ്ടാ. പാറെല്ലാം തള്ളി നിൽക്കുന്ന നോക്കുകയാണെങ്കിൽ ഇവിടെ ഇത് കുറച്ച് പഴക്കം ചെന്ന മുള കേട്ടോ. ഇവിടെ കണ്ട പാറകളൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. കുത്തനെ കയറി തുടങ്ങിയിട്ട് നമ്മൾ കുറച്ച് അഡ്വഞ്ചറാണ്, എന്നാൽ എന്താ പറയുക, ആസ്വദിക്കാൻ പറ്റിയൊരു അഡ്വഞ്ചർ. ഇനി കുത്തനുള്ള സ്റ്റെപ്പ് കാരണം അത് കഴിഞ്ഞാൽ വീണ്ടും മുളൻ്റെ പാലം വരും. ശരിയായി ക്ഷീണം, വീഡിയോ എടുക്കാനൊരു ഉന്മേഷം കിട്ടുന്നില്ല. അതാണ് ഇങ്ങനെ ഒരു എനർജി ഇല്ലാത്ത വീഡിയോ കേട്ടോ. ഈ പാറിൻ്റെ ഹൈറ്റ് നോക്കണി. ഒന്നാമത്തെ പ്രശ്നം രാവിലെ കുളിച്ചിട്ടില്ല, അതായിരിക്കാം ഒരു ഉന്മേഷം കിട്ടാത്തത്. അതിന് നമ്മളെ കൂടുതൽ 3 മലയാളീസ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് പരിചയപ്പെട്ടാണ് നമ്മൾ. അവർ നാട്ടിൽ നിന്ന് ഇച്ചേക്കിങ് വന്നാണ്, ഇച്ചേക്കിങ് ചെയ്ത് വന്നാണ്. ഞാൻ എന്താ പറയുക, കൂടെ പോയി എടുക്കാത്ത തന്നെ ഒരു പാട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കോപ്പിറൈറ്റ് വരും യൂട്യൂബിൽ. അതാണ് ഞാൻ അവരെ കൂടുന്ന കുറച്ച് ബാക്കിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യണേ. ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ഒന്ന് നോക്കുകയാണെങ്കിൽ യാതാ കാഴ്ചകൾ. ഇത് താഴേക്കാണ് പോയ ഡേഞ്ചറായിട്ടാ നിൽക്കണം. നിർത്താൻ നോക്കുകയാണ് എൻ്റെ മോനെ. ഇവിടെ ഒന്നുമില്ല, ചൈനയുടെ ഗ്ലാസ് പിടിച്ച് എങ്ങനെ അതേപോലെ ഒരു ബാംബു ബ്രിഡ്ജ്. ഇവിടെ കുറച്ച് ഭീകരതയാണ്. ഫോൺ കൈ പിടിച്ച് നടക്കാനൊരു പേടി, കാരണം അഥവാ കയ്യിൽ നിന്ന് പോയാൽ ഫോൺ പോവും. നമ്മളിപ്പോൾ പാസ് ചെയ്ത് വന്ന സ്ഥലമാണ് കേട്ടോ കാണുന്നത്. ഇനി നമുക്ക് പോകാനുള്ള ഇതാ. ഇവിടെ പിന്നെ ഒരു സേഫ്റ്റി കാണുന്നുണ്ട്. പാലം ചെറിയ ആട്ടമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഇവിടെയൊക്കെ താഴെ ഒന്നുമില്ല, നല്ല ആട്ടമാണ്, ചെറിയ ആട്ടമൊന്നുമല്ല കേട്ടോ. അവിടെ 2 എന്താ പറയുക, ഇതിനെന്താ പറയുക, സാധനത്തിന് പേരും മറന്നല്ലോ. ഇതിന്മേലാണിത് നിർത്തിക്കണത്. നല്ല ആട്ടം എന്ന് പറഞ്ഞാൽ നല്ല ആട്ടമാണിത്. ഇവിടെ നിന്നൊക്കെ താഴേക്കുള്ള കാഴ്ച നോക്കുകയാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഇതിലേറെ ഭീകരത പിടിച്ച സ്ഥലത്തേക്കാണ്. നോക്കുകയാണ്, കാണുമ്പോൾ തന്നെ പേടിയാണ്.
ഇവിടെ നോക്കാണി നിങ്ങൾ ഇവിടുന്ന് താഴേക്കോ നോക്കാണി. ഇതിന് കൈവരും കൂടി ഇല്ലെങ്കിണ്ടല്ലോ പേടിച്ച് മരിക്കും നമ്മൾ. ഇതൊക്കെ നിർമ്മിച്ചവരെ സമ്മതിക്കണം. നിങ്ങളുടെ ആള് വന്നിട്ടുള്ള നിർമ്മിച്ചിട്ടുണ്ടായാലേ. എൻ്റെ പൊന്നെ രക്ഷപ്പെട്ടു അവിടുന്ന്. എങ്ങനെയുണ്ട് ട്രെക്കിംഗ്? ഇഷ്ടപ്പെട്ടാ? കൊള്ളാം, കുഴപ്പമില്ല. ഡബിൾ ടെക്കറിനേക്കാളും കുഴപ്പമില്ല. കടന്നു വന്ന സ്ഥലത്ത് നിന്നൊക്കെ ചെറിയൊരു ഭീകരത കിട്ടിയത്. അതെ, ഇവിടെ നല്ല വ്യൂസ് ഉണ്ടോ കാണാൻ? ഇവനൊക്കെ വരുമ്പോൾ നല്ല പൊളിയായിരിക്കും. പാലത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക താഴെട്ടാ. നല്ല വിശക്കുണ്ട്. ഈ വളർന്ന് ഇങ്ങനെ ഷൂവിന്റെ ഈ വളമ്പോണ്ട് ഇങ്ങനെ തേക്കി ഇറക്കാൻ നല്ലത്. സൈഡിലേക്ക് സീന് നോക്കണി. ഏതാ സീനിത്? രക്ഷയിലിട്ട കിടില. താഴെ നദി, താഴെ ഇവിടെ വെള്ളത്തിൻ്റെ കളറ് നോക്കാണി. ഏതാ കളറ് വെള്ളം. ഇനിയാണ് ശരിക്കും അഡ്വഞ്ചർ ഇട്ടാ കുത്തന. കാരണം എനിക്കാണെങ്കിൽ ഹൈറ്റ് ഭയങ്കര പേടിയാ. എൻ്റെ മോനെ, ഈ സ്ഥലത്ത് കഴിഞ്ഞ് കയറി പോകാം നമുക്ക്. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഏതാ സ്ഥലം നോക്കണി. താഴെ റിവർ നോക്കണി. എന്ത് ക്ലിയർ വാട്ടർ എന്നറിയോ. രക്ഷയില്ലാത്ത സ്ഥലം. കയറി വന്ന വഴി ഇതൊക്കെ തിരിച്ചിറങ്ങണം ആലോചിക്കുമ്പോൾ കയറി പോകാൻ തോന്നൂല. നമ്മളത് വഴിയാ വന്ന് കിട്ടാ. പച്ചപ്പും ഈ മലൻ്റെ ഒക്കെ ഭംഗിയൊക്കെ നോക്കുകയാണ്. എന്ത് രസം എന്നറിയോ. ഒരിക്കലും മടുപ്പ് വരില്ല. കുറച്ചൊരു ധൈര്യം വേണം. ചില മോളൊക്കെ ചവിട്ടുമ്പോൾ താഴേക്ക് പോണ പോലെ. എന്നാലും ഇതിനൊരു സുഖം കിട്ടാ. ഇനിയിപ്പോൾ സ്ഥലമില്ലാത്ത മാതിരി ഒരു നായി വന്ന് കിടന്നിട്ട് നോക്കാണി. എല്ലെങ്കിലോ അതിൽ കൂടി പോളെ അമ്മക്കും പഠിച്ചവനക്ക് അറിയുള്ളൂ. നായി ചത്തതാണോ ജീവുള്ളതാണോ? നമ്മളിതാ ഒടുവിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് എത്തി.
ജിനു ഓവർ പ്രസ് ചെയ്യണ്ട അതിന് ഓവർ ബലം കൊടുക്കണ്ടാന്ന്. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ ആട്ടോ ഈ കാണുന്ന നമ്മൾ. ഇനി ഇതിന് ടോപ്പില്ല. താഴെന്നൊക്കെ ആളുകൾ കയറി വരുന്നുണ്ട്. ഇതാണ് മേഘാലയയിലെ ബാംബു ട്രക്കിംഗ്. മല കയറി ഇറങ്ങിയ ദൗക്യാവൂലേ? ഈ ഒരു മലയാണ് ഇവിടെ ഇത്ര മഴ പെയ്യാനുള്ള കാരണം. നിരപ്പൊന്ന് ഒറ്റയടിക്ക് ചൈന മതിലെട്ടിയമാർക്ക് മല വന്ന് കവർ ചെയ്ത് മതിലുമായി മേഘം തടഞ്ഞിട്ട് അതാണ് ഇത്ര തോതിലൂടെ മഴ പെയ്യുന്നത്. ബാംബു ട്രക്കിങ്ങിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാട്ടാ. തിരിച്ചു പോക്കൊരു ടാസ്ക്കാണ് ഇനി. ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് ഞാൻ പറഞ്ഞില്ല നമ്മൾ അവിടെ ടെൻ്റ് അടിച്ചിരുന്നത്. അവിടെ ഗസ്റ്റ് വന്നപ്പോൾ നമ്മൾ രാത്രി ഇവിടേക്ക് ടെൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ വീഡിയോ എടുക്കണത് ട്രക്കിംഗ് കഴിഞ്ഞ് വന്നതിന് ദിവസം പിറ്റത്തെ ദിവസമായിട്ട് ഞാൻ ഔട്ടർ എടുക്കാൻ മറന്നിരുന്നു. ഇതാണ് നമുക്ക് ടെൻ്റ് അടിച്ച സ്ഥലത്തു നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത്. ഇപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മളിവിടുന്ന് പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്ലീനസ്റ്റ് വില്ലേജ് അതുപോലെ ദൗക്കി റിവർ ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.